കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ബാലായ നീലവപുഷേ നവകിങ്കിണീക ജാലാഭിരാമ ജഘനായ ദിഗംബരായ ശാർദൂല ദിവ്യനഖഭൂഷണ ഭൂഷിതായ നന്ദാത്മജായ നവനീതമുഷേ നമസ്തേ. നാരായണ 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 നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ വാസുദേവമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം.
ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരയേ നമഃ സ്വാമിയേ ശരണമയ്യപ്പ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃതികളെ, എല്ലാവർക്കും സാദര നമസ്കാരം. ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതം ഒന്നാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തോടുകൂടി നാം ഭാഗവത പഠനം ഇവിടെ ആരംഭിക്കുകയാണ്. സമാരംഭം കുറിക്കുകയാണ്. ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിതാ ഭാഗവത പഠനത്തിലേക്ക് കടക്കാം. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധ, ഒന്നാം സ്കന്ധം, അഥ പ്രഥമോധ്യായ, ഒന്നാം അധ്യായം. മംഗളാചരണവും സൂത ശൗനക സംവാദവുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഓം ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തിയൽ സൂരയ. തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ വൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തിയൽ സൂരയ. തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. വളരെ ശ്രേഷ്ഠമായ ശ്രീമദ് ഭാഗവതത്തിലെ വളരെ ശ്രേഷ്ഠമായ ഒന്നാം അധ്യായത്തിലെ അത്യധികം ശ്രേഷ്ഠമായ ഒന്നാമത്തെ ശ്ലോകമാണ്. മംഗളാചരണമാണ്. നമ്മളൊരു വലിയൊരു ശാസ്ത്രം പ്രതിപാദിക്കുന്നതിന് മുമ്പായിട്ട് വലിയൊരു ലക്ഷ്യത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോയിക്കൊണ്ട് ആരംഭിക്കുകയാണ് ഈ മംഗളാചരണത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യവും. ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തിയൽ സൂരയ.
തേജോ വാരിമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. അസ്യ ജന്മാദി ജന്മാദ്യസ്യ ജന്മാദ്യസ്യ എന്നാണ് പദം. അസ്യ ജന്മാദി അന്വയാത് അന്വയാൽ ഇതരത ച ഇതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാൾ എന്ന പദം പിരിച്ച് ഇതരത ച യത ഭവതി ഓരോ പദങ്ങളായിട്ടാണ് പറയുന്നത്. യത ഭവതി ന അർത്ഥേഷു അഭിജ്ഞ യ സ്വരാട് യ ആദികവയെ ഹൃദാ ബ്രഹ്മ തേനേ യത് യൽ സൂരയ മുഹ്യന്തി തേജോ വാരിമൃദാം വിനിമയ യഥാ യത്ര ത്രിസർഗ അമൃഷ ത്രിസർഗോ മൃഷ ത്രിസർഗഃ അമൃഷ ത്രിസർഗോ മൃഷ. ഈ പ്രശ്ലേഷ ചിഹ്നം എഫ് പോലുള്ള ഒരു ചിഹ്നം ഉണ്ടല്ലോ, ഇത് അകാരാന്തത്തിലേക്ക് എത്തിക്കും. അതാണ് ത്രിസർഗഃ അമൃഷ ത്രിസർഗോ മൃഷ. അവിടെ വിട്ട് ചൊല്ലരുത്, ചേർത്ത് ചൊല്ലണം. യതൊന്വയാത് യതഃ അന്വയാത് അതല്ലേ പറഞ്ഞത്. ത്രിസർഗോ മൃഷ ധാമ്നാ സ്വേന സദാ സ്വേന ധാമ്നാ സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. അസ്യ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ, അസ്യ ഇതിൻ്റെ, ജന്മാദി ഉൽപ്പത്തി മുതലായത്, ജന്മാദി ഉൽപ്പത്തി മുതലായത്, അന്വയാൽ അന്വയം ഹേതുവായിട്ടും, ഇതരത ച ഇതരം വ്യതിരേകം അതിൻ്റെ വിപരീതം ഹേതുവായിട്ടും, യതഃ യാതൊന്നിൽ നിന്ന്, ഭവതി ഭവിക്കുന്നു, യാതൊരുവൻ, യഹ എന്നാണ് കേട്ടോ, യാതൊരുവൻ, അർത്ഥേഷു ഭൂതങ്ങളിൽ, അഭിജ്ഞഃ അറിവാകുന്ന സ്വരൂപമുള്ളവനോ, യാതൊരുവൻ, സ്വരാട് സ്വരാട് എന്ന് പറഞ്ഞാൽ സ്വയം ഏവ പ്രകാശിക്കുന്നവനോ, യാതൊരുവൻ, യഹ എന്നുള്ള ആ പദത്തിന്റെ അർത്ഥം യാതൊരുവൻ എന്നാണ്. ആദികവയെ ബ്രഹ്മാവിനായിക്കൊണ്ട്, ആദികവയെ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ബ്രഹ്മാവിനായിക്കൊണ്ട്, ഹൃദാ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ടുമെന്നും അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് എന്നൊരർത്ഥവുമുണ്ട്. മനസ്സുകൊണ്ട് ബ്രഹ്മ വേദത്തെ, അവിടെ ബ്രഹ്മ എന്ന പദത്തിന്റെ അർത്ഥം വേദം എന്നാണ്. വേദത്തെ, ബ്രഹ്മ വേദത്തെ, തേനെ വിസ്തരിച്ചുവോ, യത് യാതൊന്നിൽ, സൂരയ വിദ്വാൻമാരും, മുഹ്യന്തി മോഹിക്കുന്നുവോ, തേജോ വാരിമൃദാം അഗ്നി ജലം മണ്ണ്. തേജ എന്ന് പറഞ്ഞാൽ അഗ്നി, വാരി എന്ന് പറഞ്ഞാൽ വെള്ളം, ജലം, മൃദ മൃത്ത് മൃത്ത് അതായത് മൃദാം എന്ന് പറഞ്ഞാൽ ഇവിടെ മണ്ണ് എന്നാണ് അർത്ഥം. അത് ഒരുമിച്ച് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. തേജോ വാരി മൃദാം അഗ്നി ജലം മണ്ണ്, ഇവയ്ക്ക് തമ്മിൽ വിനിമയ യഥാ ഒന്നിനെ മറ്റൊന്നായി വിചാരിക്കുന്നത് എങ്ങനെയോ അതുപോലെ, എത്ര യാതൊന്നിൽ, ത്രിസർഗ ത്രിസർഗ ത്രിഗുണ സൃഷ്ടി, അമൃഷ മിഥ്യ അല്ലാത്തതുപോലെ ഇരിക്കുന്നുവോ, സ്വേന ധാമ്ന സ്വന്തം മാഹാത്മ്യത്താൽ സദാ എപ്പോഴും, നിരസ്തകുഹകം മായയെ അതിക്രമിച്ചും, സത്യം
നാശമില്ലാതെയും ഇരിക്കുന്ന പരമേശ്വരനെ ധീമഹി ഞങ്ങൾ ധ്യാനിക്കുന്നു. ഇതാണ് ഈ പദച്ഛേദവും അർത്ഥവും ശ്രദ്ധിച്ചു കേൾക്കണം. അതായത് വളരെ വളരെ കട്ടിയുള്ള ഒരു ശ്ലോകത്തോടു കൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. പൊതുവെ പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുക എന്നുള്ളത് വളരെ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയാണ്. തുടക്കത്തിൽ ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ വളരെ ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. ചൊല്ലാൻ ഒന്ന് പഠിക്കുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇത് ഒരു വലിയ പ്രാർത്ഥനാ ശ്ലോകമാണ്, ബ്രഹ്മപ്രാർത്ഥനയാണ്. പരമമായ സത്യം എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണമേ എന്ന് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാനുള്ളത്. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പരമമായ സത്യം ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണമേ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ ശ്ലോകം മറക്കരുത്. ഒന്നാമത്തെ ശ്ലോകം പരമമായ ലക്ഷ്യത്തെ കാണിച്ചു തരുന്നു. നമ്മളിപ്പോൾ ഏതൊരു കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തും, അതായത് ആരംഭിക്കുന്ന സമയത്തും ഈശ്വര പ്രാർത്ഥനയോടുകൂടിയിട്ടാണ് ആരംഭിക്കുക. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് ഇപ്പോഴത്ര പ്രചാരത്തിലില്ലെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികര് ഏതൊരു കാര്യമാവട്ടെ നമ്മുടെ ഭൗതികത്തിൽ അത് ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. അതായത് തുടക്കം കുറിക്കുന്നത് ഈശ്വരനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. കൃഷി ആണ് നമ്മുടെ പൂർവികരുടെ പ്രധാനപ്പെട്ട ജീവിത മാർഗം എന്ന് നമുക്കറിയാം. കാർഷിക രാജ്യം തന്നെയാണ്. പക്ഷെ അതുപോലും നല്ല സമയം നോക്കി, നല്ല മുഹൂർത്തം നോക്കി, പ്രാർത്ഥനയോടുകൂടി വിത്തിട്ടിട്ട് വിത്ത് പാവി മുളപ്പിച്ചു കൊണ്ടുവന്ന് നല്ല ഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ആ പരമമായ ലക്ഷ്യം. ഭഗവാന്റെ സന്തോഷമാണ്, നമ്മളല്ലാത്ത ആ ഒരു ശക്തിയാണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ള ആത്യന്തികമായ പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഏതൊരു കർമ്മത്തിൻ്റെയും തുടക്കത്തിലുള്ള ഈശ്വര പ്രാർത്ഥന. അത് ലക്ഷ്യമാണ്, നമ്മുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം അതാണ്. ഇവിടെയും പറയുന്നത് ആ പരമമായ സത്യം ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ശ്ലോകം ഓരോരുത്തരും ചൊല്ലുമ്പോൾ അവരവരുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണമേ എന്നുള്ള വലിയൊരു പ്രാർത്ഥനയാണ്. ഗായത്രി മന്ത്രത്തില് ധിയോയോ അനഃപ്രചോദയാത് എന്ന് പറയും. എന്താണ് ധിയോയോ അനഃപ്രചോദയാൽ എന്ന് പറയുമ്പോൾ എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണമേ എന്നാണ്. അപ്പോൾ ഗായത്രി മന്ത്രത്തിന്റെ തന്നെ സാരം എടുത്തുകൊണ്ട് തന്നെയാണ് ഭാഗവതത്തെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, തുടക്കം കുറിക്കുന്നത്, പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ ലോകത്തിന്റെ ഉൽപ്പത്തി, സ്ഥിതി, ലയം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ തുടക്കം, നിലനിൽപ്പ്, പിന്നെ ഒടുവില് ഇത് ഏതിലേക്കാണോ ഇല്ലാതായിട്ട് ലയിച്ചു ചേരുന്നത്. ഒന്ന് ഇല്ലാതാവുമ്പോൾ ഒന്നിലേക്ക് അത് ലയിക്കുകയാണ്. അങ്ങനെ ആ ഉൽപ്പത്തി, തുടക്കം, ഉൽപ്പത്തി, സ്ഥിതി, അതിന്റെ നിലനിൽപ്പ്, പിന്നീട് ലയം എന്നിവയെ അന്വയ വ്യതിരേക ലക്ഷണങ്ങളാൽ യാതൊന്നിൽ നിന്ന് ഭവിക്കുന്നുവോ, യാതൊരുവൻ കടാക്ഷമാത്രത്താൽ സകലത്തെയും ഉണ്ടാക്കിയിട്ട് രക്ഷിച്ചിട്ട് പ്രളയകാലത്തിൽ തന്നെ അടക്കിക്കൊണ്ടിരിക്കുന്നുവോ, സകല ഭൂതങ്ങളിലും, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, വെള്ളത്തിലായാലും മണ്ണിലായാലും എന്ന് വേണ്ട സകല ചരാചരങ്ങളിലും സകല ഭൂതങ്ങളിലും അറിവാകുന്ന സ്വരൂപത്തോടുകൂടെ മറ്റൊരപേക്ഷ കൂടാതെ സ്വയമേവ പ്രകാശിച്ചുകൊണ്ട് യാതൊരുവൻ എപ്പോഴും ഇരിക്കുന്നുവോ. സകല ഭൂതജാലങ്ങളിലും ഒരു ചൈതന്യമുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട്, പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. നിത്യമായിട്ടുള്ളത് ആ സത്യമാണ്. ഏതാ? ഓരോന്നിന്റെ ഉള്ളിൽ, സകല ചരാചരങ്ങളുടെയും ഉള്ളിൽ, സകല ഭൂതങ്ങളുടെയും ഉള്ളിൽ, സർവഭൂത ഹൃദയം എന്ന് പറഞ്ഞിട്ടുണ്ട്. സകലത്തിന്റെ ഉള്ളിൽ, നമ്മൾ ആധുനിക ശാസ്ത്രത്തിലൊക്കെ പറയും മർമ്മമാണ്. ഒരു വസ്തുവിന്റെ അവിഭാജ്യ ഘടകമായ ആ തന്മാത്രയില്, അല്ലെങ്കിൽ അതിനെ വീണ്ടും വിഭജിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആറ്റത്തില് ഒക്കെ തന്നെ ഉള്ളത് ഒരു എന്താണ്, സ്പിൻഡ് ചെയ്യുന്ന ഒരു ദിവ്യ
തേജസ് ഉണ്ട് എന്ന് പറയും. അതിന് വേറൊരു രൂപത്തിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഒരു മർമ്മമുണ്ട്, അതാണ് അതിന് ചൈതന്യം കൊടുക്കുന്നത്, അതിനെ ചുറ്റിക്കറക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കറക്കാറുണ്ട്. ആത്യന്തികമായിട്ട് ഭാഗവതത്തിലെ ഈ ശ്ലോകത്തിലും നമുക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് സൂചിപ്പിച്ചു. എപ്പോഴും ഇരിക്കുന്നത് ഏതൊരുവനാണോ അതാണ് സ്വയം പ്രകാശിത, ആരും പ്രകാശിപ്പിക്കാനില്ല. പിന്നെ എങ്ങനെയാണുള്ളത് അത്? അതാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അഭിജ്ഞസ്വരാട്, സ്വയമേവ പ്രകാശിച്ചുകൊണ്ട് യാതൊരുവൻ എപ്പോഴും ഇരിക്കുന്നുവോ. തീർന്നിട്ടില്ല. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥയുണ്ട്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി അല്ലെ? ജാഗ്രത അവസ്ഥ, അതിനെക്കുറിച്ചൊക്കെ പിന്നീട് വിശദീകരിക്കാം. സ്വപ്നാവസ്ഥ, പിന്നെ സുഷുപ്തി എന്നൊരവസ്ഥയുണ്ട്. ഈ 3 അവസ്ഥയിലും അതിനൊക്കെ കടന്നുകൊണ്ട്, അതാണ് പറഞ്ഞത്, ഈ 3 അവസ്ഥകൾക്കും അപ്പുറത്ത് സദാ അറിവിന്റെ രൂപമായിട്ട് യാതൊരുവൻ വിളങ്ങുന്നുവോ. ഈ 3 അവസ്ഥയും വേറെ വേറെയാണ്, അതിന്റെ അവസ്ഥയെ കുറിച്ചൊക്കെ പിന്നീട് പറയും. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് അറിവിന്റെ രൂപമായിട്ട് യാതൊരുവൻ വിളങ്ങുന്നുവോ. ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ സ്വസങ്കല്പ ശക്തിയാൽ യാതൊരുവൻ വേദത്തെ പ്രകാശിപ്പിച്ചുവോ. അതൊക്കെ കഥകളായിട്ട് പിന്നീട് പറയേണ്ടതാണ്. അതായത് പ്രളയത്തിൽ ആദിനാരായണമൂർത്തി ഉണ്ടായി. ആദിനാരായണമൂർത്തിയുടെ നാഭിയിൽ, പൊക്കിളിൽ താമരയുണ്ടായി, രജോഗുണം പ്രധാനമായ താമരയുണ്ടായി. അതിലൊരു മൂർത്തി ഉണ്ടായി, അതാണ് ബ്രഹ്മാവ്. നാൻമുഖനായി 4 ഭാഗത്തേക്ക് നോക്കി, നാൻമുഖനായി ഭവഭീതനായി, ഞാൻ എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലാവാതെ ആ താമരയിൽ ആടി ഉലഞ്ഞുകൊണ്ട് ഭവഭീതനായ സമയത്ത്, പരിഭ്രമിച്ച സമയത്ത്, അവിടെ സ്വന്തം സങ്കല്പശക്തിയാല് സർവേശ്വരനായ ഭഗവാൻ ബ്രഹ്മഹൃദായ ആദികവയെ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ നിന്നുകൊണ്ട്, അതേ പരബ്രഹ്മം തന്നെ ആണ് ബ്രഹ്മാവായി തീർന്നത്. അതേ പരബ്രഹ്മം തന്നെ ബ്രഹ്മാവിന്റെ ഉള്ളിൽ നിന്ന് പ്രേരിപ്പിച്ചു തപസ് ചെയ്യൂ എന്ന്. ആ തപസ് ചെയ്തു. ഭഗവാൻ പ്രത്യക്ഷനായിട്ട് ബ്രഹ്മാവിന്റെ ഉപദേശം ബ്രഹ്മാവിന് കൊടുക്കുകയാണ്. ചെവിയിൽ ഉപദേശിച്ചു കൊടുത്തു. ആ വേദത്തെ വേണ്ടതുപോലെ പ്രകാശിപ്പിച്ചു. അവിടെ നമ്മൾ പറയാറുണ്ട്, ചതുശ്ലോകി ഭാഗവതം അവിടെ ഉപദേശിച്ചു കൊടുത്തു. ഇനി അങ്ങോട്ട് സൃഷ്ടികർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ആ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ സ്വസങ്കല്പശക്തിയാൽ യാതൊരുവൻ വേദത്തെ പ്രകാശിപ്പിച്ചുവോ. വേദാന്ത സാരമായിട്ടുള്ള ആ ശ്രീമദ് ഭാഗവതത്തെ 4 ശ്ലോകത്തിൽ ഉപദേശിച്ചു കൊടുത്ത് സൃഷ്ടിക്ക് പ്രാപ്തനാക്കിയോ. യാതൊരുവനെ അറിയുവാൻ കഴിയാതെ ബ്രഹ്മാദികളായ വിദ്വാൻമാർ കൂടെ മോഹിക്കുന്നുവോ. കാനലിൽ ജലം പോലെ, അതായത് മരുപ്രദേശത്ത് വെള്ളം പോലെ എന്ന് പറഞ്ഞാല് ഈ മരുപ്രദേശങ്ങളില് നമ്മുടെ സാധാരണഗതിയിൽ ഈ ടാർ ചെയ്ത റോഡുകളിലൊക്കെ നമ്മൾ സൂര്യപ്രകാശം അടിക്കുമ്പോൾ വെള്ളം ഉണ്ടെന്ന് തോന്നില്ലേ? അതാണ് കാനൽ ജലം എന്ന് പറയുന്നത്. മരുപ്രദേശത്തൊക്കെ ആ സൂര്യന്റെ താപം കൊണ്ട് പ്രകാശം വീണ്ടും തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ജലം ഉണ്ടെന്ന് തെറ്റിദ്ധാരണ വരുന്നത് പോലെ കാനലിൽ ജലം പോലെ. പിന്നെ കാജാദികളിൽ പ്രകാശരൂപമായ അഗ്നി പോലെ, അതായത് സ്വർണം തുടങ്ങിയിട്ടുള്ള വസ്തുക്കളൊക്കെ ഇങ്ങനെ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. രത്നങ്ങളൊക്കെ ചിലപ്പോഴിങ്ങനെ കത്തിജ്വലിക്കുകയാണെന്ന് തോന്നും. അവിടെ അഗ്നിയില്ല, പക്ഷെ അഗ്നി ഉണ്ടെന്ന് തോന്നും. പ്രകാശരൂപത്തിൽ അങ്ങനെ ജ്വലിച്ചുകൊണ്ട് അഗ്നി പോലെ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഗ്നി പോലെയും ഭൂവികാരത്തിൽ ജലം പോലെയും. ഇത് നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഭൂവികാരത്തിൽ ജലം പോലെ സത്യമായ ഏതൊരു രൂപത്തെ ആശ്രയിച്ചിട്ട് ത്രിഗുണ സൃഷ്ടി സത്യമെന്ന പോലെ കാണപ്പെടുന്നുവോ. സ്വപ്രകാശ മഹിമയാൽ ചിജ്ജഡരൂപമായ സർവത്തെയും അതിക്രമിച്ച് കാരണസ്വരൂപനായ, കാര്യകാരണസ്വരൂപനായ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ആ ഈശ്വരനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. സർവത്തിനും മൂലകാരണവും അധിഷ്ഠാനവുമായ ബ്രഹ്മത്തെ ലക്ഷ്യമാക്കുന്നു ഈ ശ്ലോകത്തിലൂടെ എന്ന് കൂടി നമുക്ക് തിരിച്ചറിയാം. ഇതൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണെന്ന് അറിയുമെങ്കിലും ഇതിൻ്റെ ഒരു താല്പര്യം ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചു. സാധിക്കുന്നവർ ശ്രദ്ധിക്കുക, അല്ലാത്തവർ ശ്ലോകം ചൊല്ലിയിട്ട് പദങ്ങളോടുകൂടി പഠിക്കുക. ഇത് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ചൊല്ലി ഹൃദിസ്ഥമാക്കണം എന്ന് പറഞ്ഞാൽ ബൈഹാത്താക്കണം.
കാരണം ഇനി അങ്ങോട്ടുള്ള ഇതുവരെ എല്ലാം ബൈഹാത്താക്കാൻ പറഞ്ഞിട്ടില്ല. ഈ ശ്ലോകവും അടുത്ത ശ്ലോകവും നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചാൽ വലിയൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്ന് ശ്രദ്ധിക്കൂ, ഒരിക്കൽ കൂടി ശ്രമിച്ചു നോക്കാം മനസ്സിലാക്കാൻ. യാതൊന്നിൽ നിന്നാണോ ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തി, സ്ഥിതി, ലയങ്ങൾ സംഭവിക്കുന്നത്, യാതൊരുവനാണോ സർവ്വജീവജാലങ്ങളിലും ജ്ഞാനമായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്, അറിവിന്റെ രൂപത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്, തുടക്കത്തിൽ ആദിയിൽ ആരാണോ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ വേദങ്ങളെ പ്രകാശിപ്പിച്ചത്, യാതൊരുവനെ അറിയാൻ കഴിയാതെ വിദ്വാൻമാർ കൂടി മോഹിച്ചു പോകുന്നുവോ, പിന്നെ അഗ്നി, ജലം, മണ്ണ്, അത് അഗ്നി, ജലം, മണ്ണ് പഞ്ചഭൂതങ്ങളാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭൂമി, വായു, തേജസ്, ആകാശം അതൊക്കെ അതിൽ പെട്ടതാണ്. അഗ്നി, ജലം, മണ്ണ് എന്നിവ തമ്മിൽ ഒന്നിനെ മറ്റൊന്നായി വിചാരിക്കുന്നത് പോലെ യാതൊരു രൂപത്തെ ആശ്രയിച്ച് ത്രിഗുണങ്ങളാൽ, സത്വരജസ് തമോ ഗുണങ്ങൾ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ ത്രിഗുണങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികൾ സത്യമെന്ന പോലെ കാണപ്പെടുന്നുവോ, ഈ വെള്ളവും ഈ മണ്ണും ഈ അഗ്നിയും ഒക്കെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വസ്തുക്കളായിട്ട് കാണപ്പെടും. പക്ഷെ ആത്യന്തികമായിട്ട് അത് ഇന്ന വസ്തുക്കളാണെന്ന് വേർതിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ കാണുന്നതാണ് സത്യമെന്ന് വിചാരിക്കുന്നില്ലേ? അതുപോലെ സ്വന്തം മാഹാത്മ്യത്താൽ മായയെ അതിക്രമിച്ചുകൊണ്ട് ഒരിക്കലും നാശമില്ലാതിരിക്കുന്നതും എല്ലാറ്റിനും മൂലകാരണവും എന്നാൽ നിത്യസത്യവുമായ ആ പരമേശ്വരനെ ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. ഈ ലോകത്തിന്റെ ഉൽപ്പത്തി, സ്ഥിതി, ലയം എന്നിവയെല്ലാം ആ പരമാത്മാവിന്റെ കടാക്ഷ മാത്രയിൽ അതിൽ നിന്ന് ഉണ്ടായി, അതിൽ തന്നെ അടങ്ങുകയും ചെയ്യും. പിന്നെ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ മൂന്നവസ്ഥകളിലും സകലത്തിലും അറിവായിട്ട് സദാ പ്രകാശിച്ചു കൊണ്ടുമിരിക്കുന്നു ആ ബ്രഹ്മചൈതന്യം. ആ പരബ്രഹ്മത്തെ അറിയുന്നതിന് ബ്രഹ്മാദിദേവന്മാർ പോലും വിഷമിക്കുന്നു, അവർ പോലും മോഹിക്കുന്നു. സർവത്തിനും മൂലകാരണവും അധിഷ്ഠാനവുമായ ബ്രഹ്മത്തെയാണ് ഭാഗവതത്തിൽ പ്രതിപാദിക്കുന്നത് എന്ന് ഈ ശ്ലോകം കൊണ്ട് സൂചിപ്പിക്കുന്നു. മനസ്സിനും വാക്കിനും വിഷയമല്ലാത്തതും അതേ സമയത്ത് അനുഭവിച്ചു മാത്രം അറിയാൻ കഴിയുന്നതുമാണ് ബ്രഹ്മം. ചരാചരാത്മകമായ സമഷ്ടി ലോകവും അതിൽ തന്നെ അടങ്ങിയിരിക്കുന്ന വ്യഷ്ടി ലോകവും ഈ ബ്രഹ്മത്തിന്റെ സ്ഥൂല ശരീരമാണ്. സൂക്ഷ്മ ശരീരം ഓരോ വ്യക്തിയിലും ജ്ഞാനസ്വരൂപേണ അന്തർഭാഗത്തിരിക്കുന്നു. അതിനാൽ ഈ ലോകം ബ്രഹ്മസ്വരൂപമായിട്ട് കാണണം. ലോകം സൃഷ്ടിക്കാൻ കാരണരൂപമായ മഹദാദി തത്വങ്ങളും സൃഷ്ടാവും ഒന്നു തന്നെയാണ് എന്നർത്ഥം. അതായത് വസ്ത്രമുണ്ടാക്കാൻ നൂല് കാരണമാണ്, എല്ലാവർക്കും അറിയാമല്ലോ. നൂല് കാരണമായിട്ടാണ് വസ്ത്രം ഉണ്ടാവുന്നത്. ആഭരണം ഉണ്ടാക്കാൻ സ്വർണം കാരണമാണ്. വസ്ത്രത്തെ നൂലായിട്ടും ആഭരണത്തെ സ്വർണമായിട്ടും നമ്മൾ കാണുന്നത് പോലെ ലോകത്തെ ബ്രഹ്മമായിട്ടും കാണണം. ബ്രഹ്മത്തിലാണ് ഈ ലോകം നിലനിൽക്കുന്നത്. ഇവയുണ്ടാക്കിയ കാരണവസ്തു നശിക്കും, എന്നാൽ നശിക്കാത്തത് ഉപാദാന കാരണമായ ബ്രഹ്മം മാത്രമാണ്. ഇതിനെക്കുറിച്ചൊക്കെ പിന്നീട് വിശദീകരിക്കും. കാരണമായ ദേഹ ഇന്ദ്രിയങ്ങളെ സത്യമാണെന്ന് ധരിക്കാതെ വാസ്തവമായ ബ്രഹ്മത്തെ അറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. സൂര്യരശ്മി തട്ടി ഉണ്ടാകുന്ന ആവി ജലമാണെന്നും അന്ധകാരമുള്ളപ്പോൾ യഥാർത്ഥ ജലത്തെ സ്ഥലമാണെന്നും തോന്നിപ്പിക്കും. മൃണ്മയമായ കണ്ണാടിയിലെ പ്രതിബിംബത്തെ അഗ്നി എന്ന് വിചാരിക്കും. അല്ലെ, കണ്ണാടിയിലെ ഈ സൂര്യപ്രകാശമൊക്കെ അടിക്കുമ്പോൾ നമ്മളത് തിളക്കമുള്ളതൊക്കെ ആവുന്നില്ലേ? അതൊക്കെ അതിന്റെ ഉദാഹരണമാണ്. മരക്കുറ്റിയെ മനുഷ്യരാണെന്നും കയറിനെ പാമ്പാണെന്നും തെറ്റിദ്ധരിക്കും വേണ്ടത്ര പ്രകാശം ഇല്ലാതിരിക്കുന്ന സമയത്ത്. ഇതാണ് ഭ്രാന്തിജ്ഞാനം. ഉള്ളിലെ ബ്രഹ്മത്തെ കാണാതെ നാമരൂപാത്മകമായ ജീവലോകത്തെ യഥാർത്ഥമെന്ന് കാണുന്നതിനാൽ ദുഃഖം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. ഇതാണ് പരമമായ ലക്ഷ്യം. ആ ജഗദീശ്വരനാണ്. ആ
ജഗദീശ്വരൻ നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണമെന്ന് എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഇതിൻ്റെ മലയാള ശ്ലോകം സുബ്രഹ്മണ്യൻ തിരുമുമ്പ് പറഞ്ഞു തന്നിരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം. ആർ വിശ്വോദയഭംഗഹേതുഭുവനം മൂന്നും സ്വയം ജ്ഞാനവും ഹൃത്താൽ വേദമജന്നു നൽകിയതുമാർ മോഹിപ്പതേതിൽ ബുധർ തേജോമാരി മൃദാതിതൻ വിനിമയം പോലാരിൽ മൂവർഗവും നേർപോൽ കാൺമതു സച്ചിദാത്മകനവൻ തന്നെ സ്മരിക്കുന്നു ഞാൻ. ആർ വിശ്വോദയഭംഗഹേതു ഭുവനം മൂന്നും സ്വയം ജ്ഞാനവും ഹൃത്താൽ വേദമജന്നു നൽകിയതും ആർ മോഹിപ്പതേതിൽ ബുധർ തേജോവാരി മൃദാതിതൻ വിനിമയം പോലാരിൽ മൂവർഗവും നേർപോൽ കാൺമതു സച്ചിദാത്മകനവൻ തന്നെ സ്മരിക്കുന്നു ഞാൻ. ശ്രീഹരേ നമഃ. ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയ തേജോവാരി മൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ശ്രദ്ധയോടുകൂടി പദങ്ങളും അന്വയവും അർത്ഥവുമൊക്കെ മനസ്സിലാക്കി ഈ 1-ാമത്തെ ശ്ലോകം പഠിക്കുക. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം.